എൻ്റെ ആങ്ങളയുടെ കെട്ടുനിറയുടെ വീഡിയോ ആണ് ഇട്ടത്. ഞങ്ങളുടെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കെട്ടുനിറ. മൊത്തം 6 പേരാണ് അമ്പലത്തിൽ വെച്ചിട്ട് കെട്ടുനിറച്ചത്. ബാക്കിയുള്ളവർ കന്നിക്കെട്ടായിരുന്നവർ അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കെട്ടുനിറ. ഞങ്ങളുടെ അമ്പലത്തിൽ ധനശാന്തി തന്നെയായിരുന്നു കേട്ടോ കെട്ടുനിറച്ച് കൊടുത്തത്. 6 മണിക്കായിരുന്നു കേട്ടോ കെട്ടുനിറ. 5 മണിക്ക് തന്നെ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ശാന്തി തുടങ്ങിയിട്ടാ. കെട്ടുനിറ കഴിഞ്ഞിട്ട് ഇവിടെ ലഘുവായ ഒരു ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉഴുന്നുവടയും ചായയും ഉണ്ടായിരുന്നുള്ളൂ. ഉഴുന്നുവട ഉണ്ടാക്കുന്നത് ഗിരിസ്വാമിയാണ് കേട്ടോ. മിന്നു അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയിൽ മാല ചാർത്താൻ വേണ്ടിയിട്ട് പൂ പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എൻ്റെ നാത്തും ഷീനേച്ചിയാണ് കേട്ടോ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്കുള്ള മാല കിട്ടുന്നത്. അമ്പലത്തിലേക്ക് ആവശ്യമുള്ള മാലകളെല്ലാം കിട്ടുന്നത് എൻ്റെ നാത്തും തന്നെയാണ് കേട്ടോ. എൻ്റെ ചേട്ടനും ഷീനേച്ചിയുടെ ചേട്ടനും കൂടിയാണ് കേട്ടോ വരുന്നത്. ഷീനേച്ചിയുടെ ചേട്ടൻ എന്തായി ചായയുടെ പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര തമാശക്കാരനാണ് കേട്ടോ. ചായയും വടയിൽ നിന്ന് ഞങ്ങൾ പോകുമ്പോഴേക്കും ആവുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ പാല് തിളപ്പിച്ച് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചായ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ സുനിലേച്ചിയായിരുന്നു കേട്ടോ. സുനിലേച്ചി അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും കേട്ടോ. വട ഉണ്ടാക്കാൻ ഞങ്ങളാരും സഹായിക്കാൻ ചെന്നിട്ടില്ല കേട്ടോ. അത് ഗിരിസ്വാമി ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാല കെട്ടൽ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ നാത്തൂനും കൂടിയിട്ട് സുനിലേച്ചിനെ സഹായിക്കാൻ വന്നു. വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ കെട്ടുനിറ. 6 മണിക്ക് തന്നെ കെട്ടുനിറ ആരംഭിച്ചു കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ചേട്ടൻ്റെയാണ് കേട്ടോ കെട്ടുനിറച്ചത്. എല്ലാവരും കെട്ടുനിറ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ചായ കുടിച്ചു കേട്ടോ. സ്വാമിമാരുടെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം പിന്നെ തേങ്ങ ഉടച്ച് അവർ പുറപ്പെട്ടു കേട്ടോ. ശനിയാഴ്ച അല്പം തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അയ്യപ്പനെ നന്നായി ദർശിക്കാനും സാധിച്ചു കേട്ടോ. ഞായറാഴ്ച രാത്രി 9 മണിക്ക് അവർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.